ഹലോ കൂട്ടുകാരെ, ഇത് നമ്മുടെ നദിയക്കുട്ടിയുടെ കല്യാണ തലേന്നാണിന്ന്. നദിയക്കുട്ടിയുടെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് നമുക്ക് കാണാം. അത്യാവശ്യം വേവി ആയിട്ടുള്ള ഹെയർ, അത് കൂടുതലായിട്ട് കേൾസോ ഒന്നും കൊടുക്കണ്ട, ക്രിംപ് ചെയ്തൊന്ന് ഇട്ട് തന്നാൽ മതി എന്നാണ് നദിയക്കുട്ടി നമ്മളോട് പറഞ്ഞത്. അപ്പം ഞാൻ ഹെയർ ഫുള്ളൊന്ന് ക്രിംപ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്രിമ്പിങ് ഒരുവിധം ആയപ്പോൾ തന്നെ ഹെയർ നല്ല ഭംഗിയായി കേട്ടോ. ക്രിമ്പിങ് കഴിഞ്ഞിട്ടപ്പോൾ തന്നെ ഹെയർ നല്ലൊരു ടെക്സ്ചറായി കിടക്കുമായിരുന്നു. അപ്പോൾ അതിലൊരു ചെറിയ എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ ചെയ്താൽ മതി ചേച്ചി എന്നാണ് നദിയ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു ബ്രീഡിംഗ് ഒക്കെ കൊടുത്തിട്ട് ഫ്ലവർ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഡെക്കറേഷൻ ഒക്കെ ഒന്ന് ചെയ്ത്, ഫ്രണ്ടിൽ മുടി ഒരുപാട് തട്ടം തലയിൽ വരുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ടിൽ മുടി ഒരുപാട് പതിഞ്ഞു പോവാത്ത രീതിയിൽ കുറച്ചൊന്ന് പൊക്കിയിട്ട് ആണ് ഹെയർ സ്റ്റൈൽ ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ നദിയക്കുട്ടിയുടെ ഇന്നത്തെ നമ്മുടെ റിസപ്ഷൻ്റെ ഒരു ഡ്രസ്സ് ഡാർക്ക് ഗ്രീൻ കളർ വരുന്ന ലെഹങ്കയാണ് കേട്ടോ. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് ഗ്രീൻ കളർ ഐലൈനറും ഐ ഷാഡോ ഒക്കെ കൊടുത്തുകൊണ്ടുള്ളൊരു ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ നമ്മുടെ ആ ഒരു ലൈറ്റ് മേക്കപ്പ് കഴിഞ്ഞ് നദിയക്കുട്ടി വീട്ടിലേക്ക് പോവാം കേട്ടോ. നമ്മുടെ പാർലറിൽ വന്ന നദിയ റെഡിയായത് ഇതാ ഇങ്ങനെയാണ് നദിയയുടെ റിസപ്ഷൻ ഡേയിലെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. വെഡ്ഡിങ് ഡേ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ മേക്കപ്പ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഡ്രസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് നദിയ ഫേസ് മേക്കപ്പിന് വേണ്ടി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലെൻസ് ആപ്ലിക്കേഷൻ, ആ ലെൻസ് നമ്മുടെ നദിയക്കുട്ടി ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ലെൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞു. ഒരു 5 മിനിറ്റിനുള്ളിൽ അത് ഓക്കെ ആയി കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ ലെൻസൊക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട്. കണ്ണ് നല്ല ബ്രൈറ്റായി കേട്ടോ ലെൻസ് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ. വെഡ്ഡിങ് ഡേയിൽ നദിയുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് മെറൂൺ ആൻഡ് ഗോൾഡൻ കളർ ഒരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നല്ലൊരു ലെഹങ്കയായിരുന്നു. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ട് പോകുന്ന രീതിയിലുള്ളൊരു ഫ്ലവർ ഡെക്കറേഷൻ തന്നെ ഞാൻ കൊടുത്തത്. ഫേസ് മേക്കപ്പും അതുപോലെ ഹെയറും ഒരുവിധം ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ റെഡിയാക്കേണ്ടത് കൊണ്ട് ഫുൾ വീഡിയോ നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ളൊരു ടൈമും കിട്ടിയില്ല കേട്ടോ. ഞാൻ മേക്കപ്പിനിടയിൽ വീഡിയോ എടുക്കുന്നതിനുള്ളൊരു സമയവും സന്ദർഭവും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ള് നമുക്ക് എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നദിയക്കുട്ടിയുടെ ഇഷ്ടമായിരുന്നു കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ ആ ഒരു നെറ്റിച്ചുട്ടി നദിയ കുറേ ദിവസം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ചേച്ചി എനിക്ക് അത് തന്നെ വേണം, അത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നെറ്റിച്ചുട്ടി, അപ്പോൾ അത് തന്നെ ഒപ്പിക്കണം എന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരുപാട് തപ്പിയൊക്കെ കണ്ടുപിടിച്ചൊരു നെറ്റിച്ചുട്ടിയാണ് കേട്ടോ. പിന്നെ വരുന്ന ഹെയർ സ്റ്റൈൽ നേരെ ബാക്കിലോട്ട് തന്നെ മതി, ബാക്ക് കോമ്പ് ചെയ്തത് തന്നെ ചെയ്താൽ മതി എന്നുള്ളതും അതും നദിയുടെ ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ ഹെയർ സ്റ്റൈൽ. ഞാൻ ഏതൊരു വർക്ക് ചെയ്താലും ഒരിക്കലും ഓർണമെൻറ്റ്സോ ഹെയർ സ്റ്റൈലോ ഒന്നും എൻ്റെ ഒരു പ്രിഫറൻസ് നോക്കാറേ ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ ഒരു സജഷൻസ് അവരോട് പറഞ്ഞു കൊടുക്കും, ട്രയൽസ് നോക്കും. ബാക്കി അവരുടെ ഒരു ഇഷ്ടത്തിന് മാത്രമാണ് നമ്മൾ, പ്രത്യേകിച്ച് വെഡ്ഡിങ് ഡേയിൽ ബ്രൈഡ്സിൻ്റെ ഹാപ്പിനെസ്സാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഇഷ്ടം നോക്കിയിട്ടാണ് ഞാൻ എല്ലാം ചെയ്യാറുള്ളത്. പിന്നെ മേക്കപ്പിന് ശേഷം ബ്രദർ വന്ന് നദിയെ കൊണ്ടുപോയി കേട്ടോ. ഇത് നമ്മുടെ കാത്തുക്കുട്ടിയാണ് കേട്ടോ. കാത്തുക്കുട്ടിക്ക് ലൈറ്റ് മേക്കപ്പ് വേണം, ലിപ്സ്റ്റിക്ക് ഇടണം, ഐ ഷാഡോ വേണം, ഹെയർ കേൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമായിട്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ ഐഷു ഉണ്ടായിരുന്നു, ഐഷുവിനും ഒരു ലൈറ്റ് മേക്കപ്പ് ചെയ്തു നമ്മൾ. കൂടെ നമ്മുടെ അൻസലിന ചേച്ചിയുണ്ട്. അൻസലിന ചേച്ചി എൻ്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അൻസലിന ചേച്ചിക്ക് നമ്മളൊരു ലൈറ്റ് മേക്കപ്പും ഹെയറും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അവരെ വെഡ്ഡിങ്ങിന് പോകാൻ വേണ്ടി കറക്റ്റ് ടൈമിൽ റെഡിയായി. അവർക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി ഈ ഒരു മേക്കപ്പ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇങ്ങനെ സന്തോഷത്തോടുള്ള ചിരിച്ച മുഖത്തോടെ എൻ്റെ അടുത്തുനിന്ന് പോകുമ്പോഴാണ് എനിക്കും ഈ ഒരു ജോലി കൊണ്ടൊരു സന്തോഷം തോന്നുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏത് പ്രൊഫഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും അത് ഒരുപാട് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. സന്തോഷമുള്ള അല്ലെങ്കിൽ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു ജോലി നമ്മൾ ഒരിക്കലും മടുക്കത്തില്ല. വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ആഗ്രഹമൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ജോലി സെലക്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.